പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് സഞ്ചാരി എത്തിയിട്ടുള്ളത് ഇബ്നു ഉമ്മി മക്തൂം ഇസ്ലാമിക് സ്റ്റഡി സെൻറ്റർ എന്ന സ്ഥാപനത്തിലാണ്. അതിൻ്റെ ബോർഡാണ് ഈ കാണുന്നത്. ഇബ്നു ഉമ്മി മക്തൂം ഇസ്ലാമിക് സ്റ്റഡി സെൻറ്റർ. ഇത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയർപോർട്ടിൻ്റെ അവിടുന്ന് ഒരു 2.5 കിലോമീറ്റർ ഡിഫറൻസിലാണുള്ളത്. ഇബ്നു ഉമ്മി ഇസ്ലാമിക് സ്റ്റഡി സെൻറ്റർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റും. ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. ഇവിടെ കാഴ്ച പരിമിതിയുള്ള ആളുകൾക്കുള്ള ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ്. അവരെ പുനരധിവസിപ്പിക്കുക, ഈ കാഴ്ചയില്ലാത്ത ആളുകളെ പുനരധിവസിപ്പിക്കലും അവരെ ഖുർആൻ പഠിപ്പിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്ന, അവർക്കുള്ള പ്രാർത്ഥനാ കാര്യങ്ങളും എല്ലാം ഉൾപ്പെടെയുള്ള ഒരു സംഭവം ആണ് ഇവിടെ. ഇത് ഒരിക്കലെങ്കിലും വന്നിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. ഇവിടെ നമ്പർ ഞാൻ ഈ ആദ്യം കാണിച്ച ഈ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വിളിച്ച് ചോദിച്ചിട്ട് ഇവിടെയുള്ള അന്തേവാസികൾക്ക്, ഇവിടുത്തെ ആളുകൾക്ക് ഫുഡ് ഉച്ചക്കുള്ളൊരു ഭക്ഷണമൊക്കെ റെഡിയാക്കിയിട്ട് ഇങ്ങോട്ട് വന്നാൽ അവരോടൊപ്പം നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് അവർക്ക് എന്തെങ്കിലും ഈ സ്ഥാപനത്തിലേക്ക് സംഭാവനയും കാര്യങ്ങളൊക്കെ നൽകി നല്ല റാഹത്തായിട്ട് നമുക്ക് ഒരു ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു പോവാം. ഞങ്ങൾ ഒരു 12 മണിക്കൊക്കെ 12:30 1 മണിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് വന്ന് 3 വണ്ടി പിന്നെ ബൈക്കും കാര്യങ്ങളും അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി വന്നത് ഇവിടെ ഇതിൻ്റെ ഇബ്നു ഉമ്മി മക്തൂം ഇസ്ലാമിക് സ്റ്റഡി സെൻറ്റർ കുണ്ടോട്ടി, അവിടെ കുണ്ടോട്ടിയാണ് ഇതിൻ്റെ സയ്യിദ് ഷിഹാബുദ്ദീൻ ഉദ്ഘാടനം ചെയ്തതെന്നൊക്കെ ഉള്ള സംഭവമാണത്. അങ്ങനെ ഒരു പള്ളിയുണ്ട് ഇതിനോടനുബന്ധിച്ച്. പിന്നെ ഇവർക്ക് താമസിക്കാനുള്ള റൂമും കാര്യങ്ങളും കിച്ചണും എല്ലാ സൗകര്യങ്ങളും ഉള്ള നല്ല മനോഹരമായ ഒരു ബിൽഡിങ്ങാണ്. ഇവരെ ബാത്റൂമും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇവിടുത്തെ മജ്ലിസുകളെ പറ്റിയിട്ടുള്ളതാണിത്. എല്ലാ ദിവസവും സുബൈക്ക് ശേഷം സ്ഥാപനത്തിൽ സഹായിച്ചവരിൽ നിന്നും മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള യാസീൻ ഓതി ദുആ, എല്ലാ ദിവസവും സുബൈക്ക് ശേഷം സ്ഥാപനത്തിൽ സഹായിച്ചവരിൽ നിന്നും മരണപ്പെട്ടവർക്ക് വേണ്ടി യാസീൻ ദുആ, എല്ലാ ശനിയാഴ്ചയും മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം ഇസ്മാഉൽ ഹുസ്ന ബദർ, എല്ലാം അങ്ങനെ ഒരുപാട് പ്രാർത്ഥനാ കാര്യങ്ങളൊക്കെ ഇവർ നടത്തുന്നുണ്ട്. അതിലൊക്കെ നമ്മളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താനും എല്ലാം അവർ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ നല്ലൊരു അന്തരീക്ഷത്തിലുള്ള ഒരു സ്ഥാപനം. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. നമ്മളെ ഒരു അയൽവാസി മരണപ്പെട്ടിട്ട്, അപ്പോൾ അവരെ ഒരു വീട്ടുകാർ ഇങ്ങോട്ട് ഒരു സംഭവം അങ്ങനെ അതേമാതിരി ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരൊപ്പം വന്നതാണ് ഞാൻ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിലുള്ള പള്ളിയാണിത്. ഈ പള്ളിയിൽ വെച്ചിട്ട് നിസ്കാരത്തിന് ശേഷം നല്ല ദുആയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സലാത്തും യാസീൻ ഓതി ദ്വാരക്കലും അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ട്. നല്ല ഒരു അന്തരീക്ഷമാണ്. ഇതിൻ്റെ ഉൾഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇതിൻ്റെ പുറം ഭാഗമാണിത്. പുറത്തിറങ്ങി നിന്നിട്ടുള്ളൊരു വ്യൂ ആണിത്. തിരൂർ ഭാഗത്തു നിന്ന് വരുമ്പോൾ എയർപോർട്ടിലേക്ക് വരുന്ന അതേമാതിരി വരിക. വന്നിട്ട് എയർപോർട്ടിലെത്താൻ നേരത്ത് റൈറ്റിക്ക് തിരിയണതിന് ലാസ്റ്റ് റൈറ്റ് തിരിയുമ്പോൾ അതിന് പകരം ലെഫ്റ്റ് തിരിഞ്ഞാണ്ട് 2.5 കിലോമീറ്റർ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഈ സ്ഥാപനത്തിൽ എത്തിച്ചേരാൻ പറ്റും. അത്ര ബുദ്ധിമുട്ടുള്ള സംഭവമൊന്നുമല്ല. ലൊക്കേഷനൊക്കെ കറക്റ്റാണ്. ഉൾക്കാഴ്ചയിൽ ആദർശം ജ്വലിക്കുന്നു. ഇതാണ് അവിടുത്തെ അന്തേവാസികൾ എന്ന് പറഞ്ഞ് ഞാൻ ഉദ്ദേശിച്ച ആളുകൾ. അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണ സ്ഥലമാണിത്. അവരെ ഡൈനിങ് ഹാള്. ഇങ്ങനെ ഇവിടേക്കുള്ള ചിലവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആളുകൾ സഹായിച്ചിട്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ ഇതിൽ നിങ്ങൾ പറ്റുന്നവരെല്ലാവരും തന്നെ ഇതിലെ ഞാൻ തുടക്കത്തിൽ കൊടുത്ത നമ്പറിൽ വിളിച്ചിട്ട് ഇവരെ കോൺടാക്റ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു ദിവസമെങ്കിലും ഇവർക്കുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ അവിടെ വന്നിട്ട് ഒരു ദിവസം ഇവരോടൊക്കെ ചിലവഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു അനുഭവം തന്നെ ആയിരിക്കും ഈ ലൈഫിൽ. അപ്പോൾ കഴിയുന്നവരെല്ലാം തന്നെ ഇവിടെ വന്നിട്ട് ഇതിൽ പങ്കെടുക്കുക. ഇവിടുത്തെ ഇമാമ് ദുആ ചെയ്യണതും ഖുർആൻ ഓതുന്നതൊക്കെ കണ്ടപ്പോൾ അത്ഭുതം തോന്നി. കാരണം ഉൾക്കാഴ്ച കൊണ്ട് പഠിച്ചെടുത്ത ആ ഒരു കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ അതൊക്കെ കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും. അങ്ങനെ ഇവിടെ വന്നിട്ട്
എല്ലാവരും ഇതൊക്കെ ഒന്ന് നേരിൽ കാണണം. എല്ലാ കണ്ണും കാതും കരലും എല്ലാം കറക്റ്റായിട്ട് ഉണ്ടായിട്ട് നമുക്ക് ഖുർആൻ മനഃപ്പാടമാക്കാനൊന്നും ഇതുവരെ പറ്റിയിട്ടില്ല. പറ്റിയവരുണ്ടാവും. പക്ഷേ ഇവരൊക്കെ ഇത്ര റിസ്ക് എടുത്ത് ഇതൊക്കെ പഠിച്ചെടുക്കുമ്പോൾ നമ്മളൊക്കെ അത് ഒന്ന് ആലോചിക്കേണ്ട സംഭവം തന്നെയാണ്. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ആൾക്കാർ പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയാണിത്. ഒരാളിങ്ങനെ മുന്നിലിങ്ങനെ കൈ കോർത്ത് പിടിച്ചിട്ട് മറ്റുള്ളവർ കഴിയുമ്പോൾ അവരവരെ കൈ ഇങ്ങനെ സെറ്റാക്കി ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ സ്ഥാപനത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു വീഡിയോയോട് കൂടി നമ്മളെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്.